എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വയോജനങ്ങൾ മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണിത്. ജൂൺ 15 അന്നൊരു അന്തർദേശീയ ദിനാചരണം നടത്താൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ എന്നാണ് ഐക്യരാഷ്ട്രസഭ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനം എന്ന് സാമാന്യമായി നമുക്ക് മലയാളത്തിലും പറയാം. വയോജനങ്ങളുടെ ജനസംഖ്യ ലോകത്തെമ്പാടും വർദ്ധിക്കുകയാണ്. അവരുടെ ജനസംഖ്യാ വർധനയോടൊപ്പം തന്നെ അവരെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ, പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ ബുദ്ധിമുട്ടിക്കുന്ന സംഭവങ്ങൾ എല്ലായിടത്തും അരങ്ങേറുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് വയോജനങ്ങളിൽ 6-ൽ-1 ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാകുന്ന ആളുകളാണ്. വാർദ്ധക്യമെത്തിയാൽ ഇനി അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് ചിന്തിക്കുന്ന കുടുംബത്തിലാണ് അവർക്കെതിരെയുള്ള പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ ചികിത്സ നൽകാതിരിക്കുക, ആഹാരം നൽകാതിരിക്കുക, അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, അവർക്ക് അത്യാവശ്യ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാതിരിക്കുക, അവരെ മാനസികമായി വർത്തമാനങ്ങളിൽ കൂടി വിഷമിപ്പിക്കുക തുടങ്ങിയവയെല്ലാം പീഡനങ്ങളിൽ പെടും. നാരാജശല്യം ദേഹത്തിങ്കൽ നിന്നെടുത്തിടാം, ക്രൂര വാത്സല്യമെടുക്കും ചികിത്സകനില്ല എന്ന് മഹാഭാരതത്തിൽ വിതുരർ പറയുന്നുണ്ട്. ക്രൂരമായ വാക്കുകൾ കൊണ്ട് ഒരാളെ മുറിവേൽപ്പിച്ചാൽ ആ മുറിവുണക്കാൻ മരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും വലിയ പീഡനം വാക്കുകൾ കൊണ്ടാണ്. ഇത് കൂടുതലും വയോജനങ്ങൾ അനുഭവിക്കുന്നത് സ്വന്തം വീടുകളിൽ നിന്ന് തന്നെയാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അവർക്കെതിരെയുള്ള പീഡനങ്ങൾ തടയാൻ പല വിധത്തിലുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിലും കുടുംബത്തിന്റെ സൽപ്പേരോർത്ത് അല്ലെങ്കിൽ തൻ്റെ പരാധീനതയോർത്ത് മിണ്ടാതിരിക്കുന്ന വയോജനങ്ങളാണ് 90%. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. ഒരു സമൂഹം സംസ്കാരമുള്ളതാണോ എന്ന് തീരുമാനിക്കുന്നത് വയോജനങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം അനുസരിച്ചായിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പെരുമാറ്റം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. അത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ കൂടി പുതിയ തലമുറയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ 2011 മുതൽ വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേക്ക് ആഹ്വാനം ചെയ്തത്. അതിനു മുമ്പ് 2006 മുതൽ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് എൽഡർ അബ്യൂസ് INPEA എന്ന സംഘടന ഈ ദിനം ആചരിച്ചു പോന്നിരുന്നു. 2011 ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു ലോകരാജ്യങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ടായി. എല്ലാ സ്ഥലത്തും ആ ദിനത്തില് ഈ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. സ്കൂളുകളിലെ, കോളേജുകളിലെ, യൂത്ത് ക്ലബ്ബുകളിലെ എല്ലാം.
ഇത്തവണ 2026 ഈ ദിനാചരണത്തിന്റെ മുദ്രാവാക്യമായി, സന്ദേശമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബോധവൽക്കരണത്തിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക്. ആ ബോധവൽക്കരണം മാത്രമല്ല, ഇതിനെ എങ്ങനെ തടയാം എന്നുള്ളത് പ്രവൃത്തി ബോധത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ സന്ദേശമായി UN നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഈ ദിനാചരണത്തിൽ പങ്കാളികളാകാം. വയോജനങ്ങളുടെ കൂട്ടായ്മയിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാവാം. സ്കൂളുകളിലും കോളേജുകളിലും യൂത്ത് ക്ലബ്ബുകളിലുമെല്ലാം ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയും വയോജനങ്ങളെ ഉപദ്രവിക്കുന്നതിനെതിരായിട്ടുള്ള, മാനസികമായി വിഷമിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു ദിനാചരണവും അത് തടയാനുള്ള പ്രവൃത്തികൾ കൂടുതലായി ആരംഭിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ദിനാചരണം നമുക്ക് മാറ്റിവെക്കാം. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു ദിനാചരണമാണ്. വയോജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ദിനാചരണമാണ്. അബ്യൂസ് കണ്ടാൽ, വയോജനങ്ങളെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ തടയുക, അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ആവശ്യമായ നിയമപരമായ നടപടികൾ, നിയമപരമായ സഹായങ്ങൾ അവർക്ക് നൽകുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ദിനാചരണത്തിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാം നമ്മുടെ വയോജനങ്ങളെ സംരക്ഷിക്കാം. അവരെ വിഷമിപ്പിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കാം. വയോജനങ്ങളെ സംരക്ഷിച്ച് ഒരു സംസ്കൃത സമൂഹമാണ് നാം എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി ഈ ദിനാചരണം ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.